ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. നമ്മൾ നോർമൽ സാരി ബ്ലൗസ് ആണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബേസിക് ആയിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും മാർക്ക് ചെയ്യും മെഷർ ചെയ്യൊന്നും വേണ്ട. അപ്പോൾ സ്വന്തം അളവിൽ നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചാർട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മുകളിൽ നിന്ന് ഒരു അരയിഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അത് നമ്മളുടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അരയിഞ്ചാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഇപ്പോൾ ഒരു 34 ചെസ്റ്റ് സൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 13.5 ഇഞ്ച് ആണ് ലെങ്ത്ത് വേണ്ടത്. പ്ലസ് ഒരു അരയിഞ്ചും കൂടിയും കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഷോൾഡർ കൊടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ നമ്മൾ സാധാരണ 7 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ബ്ലൗസിൽ നോക്കുമ്പോൾ നമ്മൾ എത്ര നെക്ക് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് 5 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. അത് 5 ഇഞ്ച് തന്നെയാണ് സ്ലീവിൻ്റെ അവിടേക്കും മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ 8.5, അതായത് നമ്മുടെ 34ൻ്റെ 4 8.5, പിന്നെ ഒരു 0.5 നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ താഴേക്ക് നമുക്ക് എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് നോക്കുക. അപ്പോൾ 7.5, പിന്നെ ഒരു 5 ഇഞ്ച് ലൂസ്, പിന്നെ സീം അലവൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പോർഷനാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ ഒരു 2.25 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് ബാക്കിൽ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ 2.25 അവിടെ നിന്ന് ഒരു 0.5 കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുക്കുക. കണ്ടോ? ഇനി നമ്മളുടെ ആം ഹോൾ കർവ് ഉണ്ടല്ലോ, ഈ കർവ് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു കുഴിഞ്ഞ യു വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ആം ഹോൾ കർവ് കൂടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇനി നമുക്കിതിന് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. നമ്മൾ 5 ഇഞ്ച് കറക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അളവ് കറക്റ്റാണോ എന്നറിയാൻ, അതായത് നമുക്ക് നമ്മുടെ ആം ഹോൾ റൗണ്ട് ഉണ്ടല്ലോ അത് കറക്റ്റാണോ എന്നറിയാൻ ഇതുപോലെ ഒന്ന് വെച്ച് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. ആം ഹോൾ കർവിൻ്റെ അവിടെ ഞാൻ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ താഴ്ഭാഗത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ ഹാഫ് പോർഷൻ കാണാം. എന്നിട്ട് ആ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മുകളിലോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ താഴ്ഭാഗത്ത് മടക്കി അടിക്കുമ്പോൾ കുറച്ച് വീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഹെം ചെയ്യല്ലേ ചെയ്യുക. ഇപ്പോൾ ഞാനവിടെ താഴെ 1/2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോത്തിലും കൂടി കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനത് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1/2 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അതായത് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ടല്ലോ ഹുക്കും മൈയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഭാഗത്തിനാണ് നമ്മളവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി നമ്മൾ ബാക്ക് പോർഷൻ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ? സ്ലീവ് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം നെക്ക് നമുക്കൊരു 6.5 ഇഞ്ച് വേണം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഒരു 6 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൈഡിലേക്കൊരു 6.5 ഇഞ്ച് കൊടുത്തു. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് മോൾ ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ചും കൂടി താഴേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 ഇഞ്ചും കൂടി ഇറക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു കുഴിച്ച് ഒന്ന് ഫ്രണ്ട് നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിലെ സ്ലീവ് കുറച്ച് കുഴിഞ്ഞാണല്ലോ വരിക. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? സെറ്റായില്ലേ? ഓക്കെ, ഇനി നമുക്ക് മുകൾ ഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബസ്റ്റ് പോയിൻറ്റിൻ്റെ ആ ഒരു 9.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ദെൻ താഴേക്ക് ഒരു 12 ഇഞ്ച്, അതായത് നമ്മളുടെ അണ്ടർ ബസ്റ്റിൻ്റെ ആ ഒരു പോർഷനും കൂടിയിട്ട് ബെൽറ്റിന് തൊട്ട് മുന്നുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ആ 12 ഇഞ്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് 2 സൈഡിലേക്കും നമുക്ക് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടക്സ് ഇട്ട് കൊടുക്കുക. ദെൻ നമ്മളുടെ താഴ്ഭാഗത്ത് ആ 7.5 ഇഞ്ച് ഉണ്ടല്ലോ, ആ 7.5 ഇഞ്ച് നമ്മളിവിടെ കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഈ പോർഷനിൽ നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്യാനുള്ള പേപ്പർ ഇല്ല. അപ്പോൾ തുണിയിലേക്ക് ഇടുന്ന സമയത്ത് അതും ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടക്ക് കൊടുത്തു. ഇനി നമുക്ക് 2 ടക്കും കൂടി കൊടുക്കാനുണ്ട് അല്ലേ. അതിന് മുന്നായിട്ട് ഞാൻ ആ താഴ്ഭാഗത്ത് ആ ബെൽറ്റിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാണ്. ഈ സൈഡിൽ നിന്ന്, അതായത് ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇത് ആ ഒരു ആം ഹോൾ കർവിൻ്റെ ആ ഷേപ്പിൻ്റെ ആ സംഭവം വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സീം അലവൻസും കൂടി ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഓപ്പൺ സൈഡിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ ഹാഫ് പോർഷൻ കണ്ടു. അത് മൊത്തം 4.5 മറ്റോ ആയിരുന്നു. അപ്പോൾ 2.25 അങ്ങോട്ട് കണ്ടിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ആദ്യം ഇട്ട ടക്കിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ട് നേരെ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടക്കുകളും തമ്മിലുള്ള വീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ വരയ്ക്കുന്ന ടക്കിൻ്റെ അവിടേക്ക് 1.25 ഇഞ്ചും ഓപ്പോസിറ്റ് ടക്കിൻ്റെ അവിടേക്ക് 1.5 ഇഞ്ചുമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ 2 എണ്ണത്തിൻ്റെയും സൈഡിലായിട്ട് 1/4 ഇഞ്ച് വീതമാണ് ടക്കിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ബെൽറ്റ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് താഴേക്ക് നമ്മൾ വലിയ പീസ് വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു പീസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക, കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് ട്രേസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നിങ്ങളിങ്ങനെ അളന്ന് നോക്കുക നിങ്ങൾക്ക് എത്ര വേണം. 7.5 ഇഞ്ചാണ് നമ്മുടെ ആ ഒരു ഇത്. 7.5 ഇഞ്ചും പ്ലസ് നമ്മൾ സീം അലവൻസ് ഇട്ട 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. മൊത്തം ലെങ്ത്ത് വേണ്ടത് 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരം നിങ്ങൾ സീം അലവൻസും കൂട്ടി വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ദെൻ സ്ലീവ് നമ്മളുടെ അളവിനനുസരിച്ച് സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് ഒരുപാട് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ പേപ്പറിലുള്ള കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലോത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് ഞാൻ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലൈനിങ് പീസ് കേട്ടോ. അപ്പോൾ ലൈനിങ് പീസിൽ ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ മുകളിലൊരു ലൈൻ ഇട്ടിട്ട് അതുമേക്ക് ജസ്റ്റ് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാ പോയിന്റുകളും ഇതുപോലെ നഖം വെച്ച് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് നമ്മളതൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സീം അലവൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ താഴ്ഭാഗം മടക്കി അടിക്കുമ്പോൾ കുറച്ച് വീതിക്കായിട്ട് മടക്കിയിട്ട് അവിടെ ഹെം ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചാർട്ടിൽ മാർക്ക് ചെയ്ത പോലെ ഒരു 1/2 ഇഞ്ച്, ഇതാ ഈ ഒരു താഴത്തെ ഈ 1/2 ഇഞ്ച് ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ 1/2 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ ഒരു പീസ് ഈ 1/2 ഇഞ്ചുമേ ജോയിൻ ചെയ്തിട്ട് നമുക്ക് മടക്കി അടിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അതല്ല നിങ്ങൾക്ക് കുറച്ചധികം തുണി ഉണ്ടെങ്കിൽ താഴേക്ക് ഒരു 2 ഇഞ്ചും കൂടിയും ലെങ്ത്ത് എടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ആ ഒരു ക്ലോത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് മറച്ച് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ 1/2 ഇഞ്ച് മാത്രമാക്കി വെട്ടിയിട്ട് നമുക്ക് വേറൊരു ക്ലോത്ത് വെച്ചിട്ടാണെങ്കിലും മടക്കി ഉള്ളിലേക്ക് തയ്ക്കുമ്പോൾ നമുക്കത് കാണാതെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ടക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് കടുപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഇതിൻ്റെ മാർക്കിങ് വരും. എന്നിട്ട് നമ്മൾ അതുമേയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്കുള്ള ടക്കും മാർക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ പോർഷനും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ സീം അലവൻസിൻ്റെ അവിടെ ഞാൻ കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു ക്ലോത്ത് ആ ഒരു ചാർട്ട് പേപ്പർ കുറവായിരുന്നു. അപ്പോൾ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇടാൻ അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് നീക്കി അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ടക്കൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഇതുപോലെ മടങ്ങി കിട്ടും. അപ്പോൾ ആ ഒരു ലൈനുമ കൂടെ തന്നെ മാർക്ക് ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മടക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ മുകളിലത്തെ ടക്ക് ഞാൻ മാർക്ക് ചെയ്യാത്തത് അത് കുറച്ച് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. കണ്ടോ, ഇവിടേക്ക് 1.5 ഇഞ്ചും ഇങ്ങോട്ട് 1.25 ഇഞ്ചുമാണ് കേട്ടോ വരിക. അപ്പോൾ താഴത്തെ ടക്ക് നമുക്ക് 1 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഈ ഒരു ടക്ക് ഒരു 1/4 ഇഞ്ച് വീതമാണ്, 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ മുകൾ ഭാഗത്തെ ടക്കിന് ഇവിടേക്ക് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. ഈ 1/2 ഇഞ്ചുമ്മ വെച്ചിട്ട് ഈ ഒരു ടക്കിൻ്റെ ഈ സെൻറ്റർ പോയിന്റ് കടന്നിട്ട് ഇത് അങ്ങോട്ട് ആ ഒരു നമ്മുടെ ആം ഹോൾ കർവിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടേക്ക് വരണം. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ലെങ്ത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് കണക്കാക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 സൈഡിലേക്കും കണ്ടോ ഇങ്ങനെ വേണം മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും മാർക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലൊന്നും കൂടി കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ പോർഷനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സൈഡിലേക്ക് 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ലൈനിങ് പീസ് 2 എണ്ണം, മെയിൻ ഫാബ്രിക് 1 എണ്ണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇതെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 4 ലൈനിങ് പീസിൻ്റെ വേണം, അതുപോലെ 2 മെയിൻ ഫാബ്രിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കട്ടിങ്, ഫ്രണ്ട് പോർഷൻ കിട്ടി, ഇതാണ് ബാക്ക് പോർഷൻ, ഇതാണ് നമ്മുടെ സ്ലീവ്, ഇതാ താഴത്തെ ഭാഗം. ഇനി നമുക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസും കൂടിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.